ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ നിൽക്കുന്നത് ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ്. ഇടുക്കി ഡിസ്ട്രിക്ട് എന്ന് പറയുമ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് വരുന്നത് തൊടുപുഴയാണ്. തൊടുപുഴ എന്ന് നമ്മുടെ എറണാകുളത്തിന്റെയും അതേപോലെ തന്നെ കോട്ടയം ഡിസ്ട്രിക്റ്റിന്റെ ഈ രണ്ട് ഡിസ്ട്രിക്റ്റുകളുടെയും ബോർഡറിലായിട്ട് വരും. ഇത് യഥാർത്ഥത്തിൽ വരുന്നത് നമ്മുടെ ഇടുക്കിയിലാണ്, തൊടുപുഴയാണ്. ഇവിടെ നമുക്ക് കുറച്ചും കൂടി പോകണം മുന്നോട്ട് സൈഡിലേക്ക്. വന്നിരിക്കുന്നത് വെസൽ ഫിൽട്രേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയാണ്. അതായത് വെസൽ ഫിൽട്രേഷന്റെ വർക്ക് തന്നെയാണ് ഇന്നത്തെ വർക്ക്. ഇവിടെ നമ്മളുടെ കസ്റ്റമറുടെ സോഴ്സ് എന്ന് പറയുമ്പോൾ, വാട്ടർ സോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ PWD വാട്ടർ, അതായത് മുനിസിപ്പാലിറ്റി വെള്ളം, പൈപ്പ് ലൈനാണ്. അപ്പൊ മെയിൻ ആയിട്ട് കസ്റ്റമർ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറയുമ്പോൾ ക്ലോറിനും അതേപോലെ തന്നെ ചെറിയ രീതിയിൽ അയണുമാണ്. മെയിൻ ആയിട്ട് ക്ലോറിനാണ് ഇവരുടെ ഇഷ്യൂ. അപ്പൊ ഇത് രണ്ടും മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു മൾട്ടിമീഡിയ ഒരു ഫിൽട്രേഷൻ ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ടാറ്റയുടെ വെസലാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന 1354 ടാറ്റയുടെ വെസൽ തന്നെയാണ് നമ്മൾ ഇവിടെയും ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പൊ ബാക്കി വിശേഷങ്ങൾക്ക് ഞാൻ സൈറ്റിൽ ചെന്ന് നിങ്ങൾ കാണിച്ചു കേട്ടോ. ഈ ഒരു വർക്കിന്റെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വീഡിയോയിൽ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും വോയിസിന്റെ, കാരണം നമ്മൾ തൊട്ട് ഹൈവേയുടെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. വാഹനങ്ങളുടെ സൗണ്ടിന്റെ കുറച്ച് പ്രശ്നം കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ദയവായി എല്ലാവരും സഹകരിക്കുക, ക്ഷമിക്കുക. അപ്പൊ നമുക്ക് നേരിട്ട് നമ്മുടെ സൈഡിലോട്ട് പോകാം. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നേരിട്ട് സൈഡിൽ ചെന്നിട്ട് മനസ്സിലാക്കാം. ബൈ. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ ലൊക്കേഷൻ എത്തി. നമ്മൾ നമ്മുടെ വർക്ക് ചെയ്യേണ്ട വീട് ഇതാണ്. അപ്പൊ നമുക്ക് നേരെ അകത്തോട്ട് പോവാം. ബാക്കിയൊക്കെ നിങ്ങൾ നേരെ അവിടെ ചെന്നതിന് ശേഷം നിങ്ങൾ കാണിച്ചു തരാം. ബൈ. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഇതാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ വെസൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ കാർബൺ ഇത്തിരി കൂട്ടിയാണ് ചെയ്യുന്നത്, കാരണം ക്ലോറിന്റെ പ്രശ്നം ഇവിടെ കൂടുതലായിട്ടും ഉള്ളത്. അപ്പൊ നമുക്ക് അത് മാറ്റണം. മെയിനായിട്ട് ക്ലോറിന്റെ ആ ഒരു സ്മെല്ലും ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളും മാറ്റണം. പിന്നെ അതുപോലെ തന്നെ ചെറിയ രീതിയിൽ അയനുണ്ട്. അപ്പൊ നമുക്ക് കാറ്റലോഗ്സും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി അനുബന്ധ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ഇവിടെ റെഡിയാണ്. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗ്രാവിറ്റിയിൽ നമ്മൾ ചെയ്യുന്നത് 1.25 ലൈനാണ്. അപ്പോൾ 1.25 ബൈ 1 ഇഞ്ച് ആക്കിയിട്ട് 1 ഇഞ്ചിന്റെ NPV ആയിരിക്കും, 25 NPV ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. 1354 ടാറ്റയുടെ വെസൽ. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബൈ.
നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. വെസൽ ഫിൽട്രേഷൻ നമ്മൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ നമ്മൾ ബാക്ക് വാഷിലേക്ക് ഇട്ടേക്കുന്നത് പ്രഷർ ബാക്ക് വാഷാണ് ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്ക് വാഷ് ഇപ്പൊ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാം നമ്മുടെ അഴുക്ക് വെള്ളത്തിലുള്ള പൊടിപടലങ്ങൾ, നമ്മുടെ പുതിയ മീഡിയയുടെ അഴുക്കും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇതിലേ ചാടും. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബാക്ക് വാഷിൽ നിന്ന് നമ്മുടെ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ ഇല്ലയോ. അപ്പോൾ കണ്ടാൽ മനസ്സിലാവും ബ്ലാക്ക് ഇഷ്യൂ. നമ്മൾ കാർബൺ കൂട്ടിയിട്ടേക്കുന്നത് ഒരു ബാഗ് കാർബൺ നമ്മളിനകത്ത് കയറ്റിയിട്ടുണ്ട്. കാരണം നമുക്ക് ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു ക്ലോറിന്റെ പ്രശ്നമാണ് കൂടുതലെന്ന്. അപ്പൊ ക്ലോറിനെ നമുക്ക് കംപ്ലീറ്റ് മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു ബാഗ് കാർബൺ കയറ്റിയിട്ടുണ്ട്. 1050 ഗ്രേഡുള്ള കാർബൺ നമ്മൾ ഇട്ടേണത്. അപ്പൊ കുട്ടികളെ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മളിത് ബാക്ക് വാഷ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ബാക്ക് വാഷിലായിരുന്നു വെസല്. ബാക്ക് വാഷ് കഴിഞ്ഞു, റിൻസും കഴിഞ്ഞു. നമ്മുടെ ഫിൽട്ടർ മോഡിലേക്ക് ഇട്ടപ്പോ നമ്മൾ ലൈൻ ചാർജ് ചെയ്തു. അപ്പൊ അതേ ലൈനിൽ നമ്മുടെ പ്രഷറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നല്ല പ്രഷർ ഉണ്ട്. മേലെയും അത്യാവശ്യം നല്ല പ്രഷർ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ക്വാളിറ്റിയാണ് നോക്കണ്ട കേട്ടോ. ഞാൻ ക്വാളിറ്റി കാണിച്ചു തരാം. ഇതല്ലേ പ്രഷർ നമുക്ക് നമ്മുടെ വെള്ളത്തിനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതെ, ക്വാളിറ്റി ഇതാണ്. നിങ്ങൾ അടുത്തൊന്ന് കാണിച്ചു കൊടുത്തേ. ഇതാണ് നമ്മുടെ വെള്ളത്തിന്റെ ക്വാളിറ്റി. ഇവിടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുമ്പോഴേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു ക്ലോറിന്റെ പ്രശ്നം വരുന്നു. ഇപ്പൊ യാതൊരുവിധ ക്ലോറിന്റെ മണമില്ല. അതേ സ്ഥാനത്ത് നമ്മൾ ആദ്യം ഈ വരുന്ന ടാപ്പ് വാട്ടറിന്റെ തന്നെ നല്ല ക്ലോറിന്റെ സ്മെല്ലുണ്ട്. അപ്പോ ഇതിലല്ല, അവിടെ നിന്ന് വരുന്ന ടാപ്പ് വാട്ടറിൽ. അപ്പോ റോ വാട്ടർ ഇപ്പൊ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് നല്ല മണമുണ്ട് ക്ലോറിന്റെ, അത്യാവശ്യം നല്ല ക്ലോറിനുണ്ട്. അപ്പൊ ആ ക്ലോറിനെ ഇപ്പൊ ഇല്ലാണ്ടാക്കിയിട്ട് നമ്മുടെ പ്രൊഡക്റ്റിൽ വരുമ്പോൾ പ്രൊഡക്റ്റിൽ ഇപ്പൊ ക്ലോറിൻ ഇല്ലാത്തൊരു വെള്ളമാണ് നമുക്ക് കിട്ടിയത്. ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് നമ്മുടെ കസ്റ്റമർക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ ക്യാമറ മുന്നിലേക്ക് വരാനായിട്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിർവാഹമില്ല അദ്ദേഹത്തിന്റെ റിവ്യൂ എടുക്കാനായിട്ട്. പക്ഷെ കാര്യങ്ങളൊക്കെ ഇവിടെ ഓക്കെയാണ്, എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1354 ടാറ്റയുടെ വെസലാണ് നമ്മളിവിടെ വെച്ചേക്കണത്. ക്ലോറിന്റെ പ്രശ്നം വരുന്നത് മെയിൻ ആയിട്ട്. അപ്പൊ ക്ലോറിന്റെ പ്രശ്നമൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ റിവ്യൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വീണ്ടും എടുത്തു പറയുന്നത്, അദ്ദേഹത്തിന്റെ റിവ്യൂ എനിക്ക് തരാനായിട്ട് നിർവാഹമില്ലാത്തതിന്റെ കാരണം അദ്ദേഹം ക്യാമറയുടെ മുന്നിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ്, ക്ഷമിക്കുക. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങൾക്കും അപ്പോൾ ഇതുപോലുള്ള വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അതേപോലെ നമ്മുടെ ചാനലിലൂടെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.